നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലെവലിംഗ് സ്റ്റാഫ് ആണ് ടാർഗറ്റ് സ്റ്റാഫ്. ടാർഗറ്റ് സ്റ്റാഫിന് ഒരു സ്ലൈഡിംഗ് ടാർഗറ്റ് സർക്കുലർ ഷേപ്പിലുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്. ഇത് ഈ ഒരു ലെവലിംഗ് സ്റ്റാഫിന്റെ ഇവിടെ ഒരു ചെറിയ സ്ലോട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് മുകളിലോട്ടോ താഴോട്ടോ ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് സ്ലൈഡ് ചെയ്ത് എത്തിക്കാൻ പറ്റും. ഇനി ഇതിനെ ക്വാഡ്രന്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഈ സ്ലോട്ടിലൂടെ നമുക്ക് അകത്തെ റീഡിംഗ് കാണാൻ പറ്റും. കോയിൻസിഡൻസിന് വേണ്ടിയിട്ട് ഒരു എക്സാക്ട് കോയിൻസിഡൻസിന് വേണ്ടിയിട്ട് ഒരു വെർനിയർ സ്കെയിലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ സെൽഫ് റീഡിംഗ് സ്റ്റാഫ് ടെലസ്കോപ്പിലൂടെ നോക്കുന്ന ആളാണ് വായിച്ചെടുക്കുന്നതെങ്കിൽ ടാർഗറ്റ് സ്റ്റാഫ് ആരാണോ ലെവലിംഗ് സ്റ്റാഫ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് അവരാണ് റീഡിംഗ് വായിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ടെലസ്കോപ്പിലൂടെ നോക്കുന്ന ആള് ഡയറക്ഷൻസ് കൊടുക്കും, ക്രോസ് ഹെയർ എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന്. അതനുസരിച്ച് ലെവലിംഗ് സ്റ്റാഫ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആള് ഈ സർക്കുലർ ടാർഗറ്റിനെ മുകളിലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യും as per the instructions of the person who is sighting through the telescope. Okay, അപ്പൊ സൈറ്റ് ചെയ്യുന്ന ആളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ടാർഗറ്റിനെ മൂവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റിൽ എത്തിക്കും. എത്തിച്ചതിന് ശേഷം ഹോൾഡ് ചെയ്യുന്ന ആള് തന്നെ വെർനിയർ കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ വായിച്ചെടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് സ്റ്റാഫ് റീഡ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ദ ഫണ്ടമെന്റൽ ലൈൻസ്. ബേസിക്കലി ലെവലിംഗ് അല്ലെങ്കിൽ ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റിന് 3 ഫണ്ടമെന്റൽ ലൈൻസ് ആണ് ഉള്ളത്. ഓക്കെ, ആദ്യത്തേത് വെർട്ടിക്കൽ ആക്സിസ്. ഓക്കെ, ഈ റെഡ് കളറിൽ കാണുന്ന ആ പ്ലംബ് ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ ആണ് വെർട്ടിക്കൽ ആക്സിസ്. അത് നമുക്ക് പ്ലംബ് ബോബ് ഹാങ് ചെയ്യുമ്പോൾ ആണ് ഈ ഒരു ലൈന് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് നമ്മൾ നേരത്തെ പഠിച്ചു. ബബിൾ ട്യൂബിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ കർവിന് സെൻട്രൽ പോയിന്റിൽ ടാൻജൻഷ്യൽ ആയിട്ട് എടുക്കുന്ന ലൈനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയാം. ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ലൈൻ ജോയിനിങ് ദി ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ്, സെന്റർ ഓഫ് ഐ പീസ്, കണ്ടിന്യൂഷൻ അപ് ടു ദ ഒബ്ജക്റ്റ്. ആ ഒരു ലൈനെയാണ് ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ലൈൻ ഓഫ് സൈറ്റ്. ഇനി ഈ 3 ഫണ്ടമെന്റൽ ലൈൻസും അതുപോലെ ബാക്കി ഇതിന്റെ പാർട്സും ഒക്കെ തമ്മിൽ കുറച്ച് റിലേഷൻസ് ഉണ്ട്. ആ റിലേഷൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവേ അല്ലെങ്കിൽ ലെവലിംഗ് ചെയ്യുമ്പോൾ അക്യുറസി എന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ആ ഡിസൈഡ് റിലേഷൻസ്? ഒന്നാമത്തേത്, ഇൻ എ പ്രോപ്പർലി അഡ്ജസ്റ്റഡ് ഡംപി ലെവൽ. നമ്മൾ എല്ലാ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സും പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിന് പാരലൽ ആയിരിക്കും. ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ലൈനാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് ഇമാജിൻ ചെയ്യുക. ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ് വെർട്ടിക്കൽ ആക്സിസ്. സോ ദ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. സോ ലൈൻ ഓഫ് സൈറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്. ഇനി രണ്ടാമത്തെ ഡിസൈഡ് റിലേഷൻ, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. ഈ ഗ്രീൻ ലൈൻ ആണ് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ്? നോക്കിയാൽ അറിയാം, ഈ ഗ്രീൻ ലൈനും ഈ ബ്രൗൺ ലൈനും തമ്മിലും 90 ഡിഗ്രി ആണ്. Therefore, axis of level tube is perpendicular to vertical axis. Now, what about the line of sight and axis of bubble tube? ഈ ബ്ലൂ ലൈനും ഗ്രീൻ ലൈനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പാരലൽ ആണ് അല്ലെ? ലൈൻ ഓഫ് സൈറ്റ് ഇസ് പാരലൽ ടു ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്, or you can say line of sight is parallel to axis of level tube. ഇനി നാലാമത്തെ റിലേഷൻ, ഒപ്റ്റിക്കൽ ആക്സിസ്. ഒപ്റ്റിക്കൽ ആക്സിസ് ആക്സിസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ടെലസ്കോപ്പിനകത്ത് കുറച്ച് ലെൻസസ് ഉണ്ട് അല്ലെ, അതിനെ കണക്ട് ചെയ്യുന്ന അതിന്റെ സെന്റേഴ്സിനെ, ഒപ്റ്റിക്കൽ സെന്റേഴ്സിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ആക്സിസ്. സോ ഒപ്റ്റിക്കൽ ആക്സിസ്, അതുപോലെ ആക്സിസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ലൈൻ ഓഫ് സൈറ്റ്. ആക്സിസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവിന്റെ സെന്റർ ഐ പീസിന്റെ സെന്ററിനെ കണക്ട് ചെയ്യുന്ന ലൈൻ. അതുപോലെ ലൈൻ ഓഫ് സൈറ്റ്. ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഐ പീസിന്റെ സെന്റർ, ഒബ്ജക്റ്റീവിന്റെ സെന്റർ, അതിന്റെ കണ്ടിന്യൂഷൻ അപ് ടു ദ ഒബ്ജക്ട്. ഇത് മൂന്നും കോയിൻസൈഡ് ചെയ്യണം. ഓക്കെ, ദീസ് 3 ഷുഡ് കോയിൻസൈഡ്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ, ദാറ്റ് ഇസ് നെക്സ്റ്റ് ഡിസൈഡ് റിലേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ. അതായത് നമ്മൾ നേരത്തെ ഫിഗറിൽ ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ എന്താണെന്ന് കണ്ടു അല്ലെ? ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ ഷുഡ് ലൈൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ തന്നെ വേണം ഹൊറിസോണ്ടൽ ആക്സിസ് എക്സിസ്റ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ആക്സിസ് ഷുഡ് ലൈ ഇൻ എ പ്ലെയിൻ
പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. അപ്പോൾ സാധാരണ പാർട്ട് ബി അല്ലെങ്കിൽ പാർട്ട് സിയിൽ 7 മാർക്കിനൊക്കെ വാട്ട് ആർ ദ 3 ഫണ്ടമെന്റൽ ലൈൻസ് ഓഫ് എ ഡംപി ലെവൽ ആൻഡ് എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ലൈൻസ് എന്ന് 7 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വളരെ എന്താണ് ഈ ഒരു ഫിഗർ വരച്ച് പഠിക്കണം. അതിന്റെ കൂടെ തന്നെ എന്താണ് ഈ എന്താണ് റിലേഷൻസ് എന്നുള്ളത്, ഈ ലൈൻസിന്റെ എല്ലാം ഡെഫിനിഷൻ എഴുതണം. അതുപോലെ തന്നെ എന്താണ് ലൈൻ ഓഫ് സൈറ്റ്, എന്താണ് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്, എന്താണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്, ഈ 3 ഡെഫിനിഷൻസ് കമ്പൽസറി ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ 3 ഫണ്ടമെന്റൽ ലൈൻസ് ഏതൊക്കെയാണ്, ലൈൻ ഓഫ് സൈറ്റ്, വെർട്ടിക്കൽ ആക്സിസ് ആൻഡ് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്. അതുപോലെ ഈ ഒരു 5 റിലേഷൻസും കമ്പൽസറി ആയിട്ട് എഴുതി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. സോ നെക്സ്റ്റ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ഡംപി ലെവൽ. അപ്പൊ ഇതും ഒരു പാർട്ട് സിയിലെ 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എല്ലാവരും തിയോഡലൈറ്റ് സർവേ ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും അറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റിംഗ് അപ്പ്, ലെവലിംഗ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ്. സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു ട്രൈപോഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ട്രൈപോഡിന്റെ ടോപ്പ് സർഫസ് ഐ ജഡ്ജ്മെന്റ് വഴി ലെവലാണോ നോക്കുന്നു. ലെവൽ അല്ലെങ്കിൽ നമ്മൾ ഈ ട്രൈപോഡ് ലെഗിനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ either ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ് മൂവ് ചെയ്തോ നമ്മൾ ഈ ഒരു ട്രൈപോഡിന്റെ ടോപ്പ് ലെവലാക്കുന്നു. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഡംപി ലെവൽ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോവർ പാർട്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് പ്രോപ്പർ ആയിട്ട്, അതായത് ഈ ഒരു ലെവലിംഗ് ഹെഡ് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ആ മുകളിലത്തെ ടെലിസ്കോപ്പിന്റെ അവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ജസ്റ്റ് ടേൺ ചെയ്ത് ഈ ഒരു എന്താണ് ഡംപി ലെവലിനെ ട്രൈപോഡിലോട്ട് ഫിക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇവിടെ ഒരു സർക്കുലർ ബബിൾ ഉണ്ട്, അത് സെൻട്രൽ ആണോ എന്ന് നോക്കുക. അത് സെൻട്രൽ ആക്കാൻ നമ്മൾ ലെഗ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ലെവലിംഗ് ഹെഡിലുള്ള ട്രയാങ്കിൾ കണ്ടോ, 3 ഫുഡ് സ്ക്രൂ വരുന്ന ആ ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ട് നമ്മൾ ബബിൾ ട്യൂബ് വെക്കുന്നു. ടെലസ്കോപ്പ് ആ രീതിയിൽ വെച്ചിട്ട് ആ 2 സ്ക്രൂ സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് ഉള്ളിലേക്കോ അല്ലെങ്കിൽ പുറത്തോട്ടോ തിരിക്കുന്നു. അപ്പോൾ ഉള്ളിലോട്ട് തിരിക്കുമ്പോൾ നമുക്ക് ഈ ബബിളിൽ നോക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. ബബിൾ സെൻട്രലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇല്ല, ബബിൾ ദൂരോട്ടാണ് പോണെങ്കിൽ തിരിച്ചു കറക്കുക. ശ്രദ്ധിക്കേണ്ടത്, ഒരേ സമയത്ത് ഒരേ രീതിയിൽ 2 സ്ക്രൂ ഉള്ളിലേക്ക് അല്ലെങ്കിൽ 2 സ്ക്രൂ പുറത്തോട്ട് ഒരേ പ്രഷറിൽ വേണം, ഒരേ രീതിയിൽ ഒരേ നമ്പർ ഓഫ് ടേൺസ് ആയിട്ട് വേണം ഇത് റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ബബിൾ സെൻട്രൽ ആക്കിയതിന് ശേഷം ഈ ടെലസ്കോപ്പിനെ 90 ഡിഗ്രി വീണ്ടും റൊട്ടേറ്റ് ചെയ്യാം. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തത് ഈ ഒരു പൊസിഷനിലാക്കിയിട്ട് 3ാമത്തെ സ്ക്രൂ മാത്രം തിരിച്ച് വീണ്ടും ബബിളിനെ സെൻട്രൽ ആക്കുക. എഗെയിൻ പ്രീവിയസ് പൊസിഷൻ പാരലാക്കി ഇങ്ങോട്ട് ഏത് രീതിയിലാണോ വന്നത് അതേപോലെ തിരിച്ചു പോയിട്ട് പ്രീവിയസ് എ ബിക്ക് പാരലാക്കി വെക്കുക. എന്നിട്ട് സൈമിൾട്ടേനിയസ്ലി എയും ബിയും എന്നുള്ള 2 ഫുഡ് സ്ക്രൂ ഉള്ളിലേക്കോ പുറത്തോട്ടോ ഇൻവേർഡ്സ് ഓർ ഔട്ട്വേർഡ്സ് റൊട്ടേറ്റ് ചെയ്ത് ബബിൾ സെൻട്രൽ ആക്കുക. എഗെയിൻ ബാക്ക് ടു 90 ഡിഗ്രി ടേൺ ചെയ്തിട്ട് സിയിലുള്ള ഫുഡ് സ്ക്രൂ മാത്രം റൊട്ടേറ്റ് ചെയ്ത് ബബിൾ സെൻട്രൽ ആക്കുക. ഈ ഒരു പ്രോസസ്സ് ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചാലും ബബിള് സെൻട്രലാവും. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോക്കസിങ്. ഫോക്കസിങ് എന്ന് പറയുന്നത് നമ്മൾ എലിമിനേഷൻ ഓഫ് പാരലാക്സ്, അതായത് നമ്മുടെ ഇമേജ് ഏത് പ്ലെയിനിൽ തന്നെ ആവണം, ഇമേജ് ഷുഡ് ബി അറ്റ് ദ പ്ലെയിൻ ഓഫ് ദ ഡയഫ്രം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ലെൻസസ് വെച്ചിട്ട് ഫോം ചെയ്യുന്ന ഇമേജ് ഡയഫ്രത്തിന്റെ അതേ പ്ലെയിനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസിങ് ചെയ്യുന്നത്. അങ്ങനെ വരുത്തുന്നതിനെയാണ് നമ്മൾ എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്ന് പറയുന്നത്. പാരലാക്സ് എറർ ഉണ്ടാവുന്ന എപ്പോഴാണ്, ഇമേജ് ഫോം ചെയ്യുന്ന പ്ലെയിനും ഡയഫ്രത്തിന്റെ പ്ലെയിനും ഡിഫറെന്റ് ആവുമ്പോഴാണ് നമുക്ക് പാരലാക്സ് ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു വൈറ്റ് പേപ്പർ ഈ ടെലസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഐ പീസിനെ തിരിക്കുക. ഐ പീസിനെ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്ത് നമുക്ക് ക്രോസ് ഹെയർസ് ക്ലിയർ ആകുക. ഈ ഒരു പ്രോസസ്സിനെയാണ് എലിമിനേഷൻ ഓഫ് പാരലാക്സ് ബൈ ഫോക്കസിങ് ദ ഐ പീസ് എന്ന് പറയുന്നത്. ഇനി ആ വൈറ്റ് പേപ്പർ മാറ്റി ദൂരേക്കുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക്, നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിലേക്ക് നോക്കി ഫോക്കസിങ് സ്ക്രൂ ടേൺ ചെയ്ത് ഇമേജ് ക്ലിയർ ആക്കുന്ന പ്രോസസ്സിനെയാണ് എലിമിനേഷൻ ഓഫ് പാരലാക്സ് ബൈ ഫോക്കസിങ് ദി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ 3 പ്രോസസ്, സെറ്റിംഗ് അപ്പ്, ലെവലിംഗ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ്, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് കംപ്ലീറ്റ് ആയി.